വ്യത്യസ്തമായ മോഡലുകളിൽ പോപ്പ് മൊബൈലുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ചിലത് തുറന്നും മറ്റു ചിലത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഭിത്തികളോട് കൂടിയതുമാണ്. 1981 ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിനു ശേഷമാണ് പോപ്പ് മൊബൈലുകളിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഘടിപ്പിക്കാൻ ആരംഭിച്ചത്. ആവശ്യമായ സുരക്ഷയുടെ അടിസ്ഥാനത്തിലും യാത്രാദൂരവും വേഗതയും മാർപ്പാപ്പമാരുടെ മുൻഗണനകളും അനുസരിച്ച് പോപ്പ് മൊബൈലുകളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഓരോ ഉപയോഗത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാർപ്പാപ്പമാർ സഞ്ചരിക്കുന്ന അനുയോജ്യമായ വാഹനങ്ങളാണ് ഇവ. പൊതുജനങ്ങൾക്ക് പാപ്പയെ കാണാൻ കൂടുതൽ സൗകര്യമൊരുക്കുക എന്നതാണ് പോപ്പ് മൊബൈലുകളുടെ ഉദ്ദേശ്യം. പോപ്പ് മൊബൈൽ എന്ന ആശയം രൂപമെടുക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പമാർ പൊതുപരിപാടികൾക്കായി പ്രത്യക്ഷപ്പെട്ടിരുന്നത് പോപ്പ് സെഡിയ ഗസറ്റോറിയയിലായിരുന്നു. അതായത് കസേരയിലിരുത്തി മാർപ്പാപ്പയെ തോളിൽ വഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സമൃദ്ധമായി അലങ്കരിച്ച പട്ടുപൊതിഞ്ഞ കസേരയായിരുന്നു ഇത്. 12 പേരാണ് തോളിൽ ഈ സിംഹാസനം വഹിച്ചിരുന്നത്. 8-ാം നൂറ്റാണ്ടിൽ സ്റ്റീഫൻ മാർപ്പാപ്പയുടെ കാലം മുതൽക്കാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. സെന്റ് പീറ്റേഴ്സിലേക്കോ കർദിനാൾമാരുടെ സമ്മേളന സ്ഥലത്തേക്കോ അതുപോലെ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും ചടങ്ങുകളിലോ പങ്കെടുക്കാൻ മാർപ്പാപ്പമാർ പോകുമ്പോഴെല്ലാം ഉപയോഗിച്ചിരുന്ന വാഹനം ഇതായിരുന്നു. 1978 പോൾ 6-ാമൻ പാപ്പയുടെ മരണശേഷം സെഡിയ ഗസറ്റോറിയയുടെ ഉപയോഗം നിർത്തിവെച്ചു. മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ പുരോഗമനപരമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പയാണ് ഈ രീതിക്ക് അന്ത്യം കുറിച്ചത്. 1965 മുതൽക്കാണ് പാപ്പമാർ സഞ്ചരിക്കുന്ന പ്രത്യേകതരം വാഹനങ്ങൾ പോപ്പ് മൊബൈൽ എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചത്. പോൾ 6-ാമൻ പാപ്പ ന്യൂയോർക്ക് സിറ്റി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാഹനത്തെ സൂചിപ്പിക്കുന്നതിനായി ഒരു ഇംഗ്ലീഷ് പത്രമാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത്. മെഴ്സിഡസ് ബെൻസ് ആണ് വത്തിക്കാനിലേക്ക് ഏറ്റവും കൂടുതൽ പേപ്പൽ വാഹനങ്ങൾ നൽകുന്ന കമ്പനി. ഒരു പോപ്പ് മൊബൈൽ ആദ്യമായി മൃതദേഹ വാഹനമായി ഉപയോഗിച്ചത് 2025 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സാന്താ മരിയ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു.